കാശ്മീരിലെ പെഹൽഗാം ആക്രമണത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ട്രംപ് പറയുന്നത് കാശ്മീരിൽ 1000-ഓ അതിൽ കൂടുതലോ വർഷങ്ങളായി പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടെന്നും രണ്ട് രാജ്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെന്നും നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ഒക്കെയാണ് പറയുന്നത്. ഇതിനുശേഷം മോഡിയുടെ മൈ ഫ്രണ്ട് ചതിച്ചു എന്ന തരത്തിലൊക്കെ ഒരുപാട് വീഡിയോയും കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ട്രംപ് ഇന്ത്യയെ ചതിക്കുകയായിരുന്നു? അല്ല എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ ദിവസം പാക് പത്രപ്രവർത്തകന്റെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അമേരിക്കൻ നിലപാട് എന്തെന്നുള്ള ചോദ്യത്തിന് അമേരിക്കയുടെ ഔദ്യോഗിക വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞത് കൂടി കേട്ടാൽ മനസ്സിലാവും ഈ വിഷയത്തിലെ അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട്. അവർ പാക് പത്രക്കാരൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ എക്സിലിട്ട പോസ്റ്റും എടുത്തു പറയുകയാണ് ചെയ്തത്. ഈ രണ്ട് പോസ്റ്റിലും അമേരിക്ക ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് പറഞ്ഞതും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഇതുതന്നെയായിരുന്നു. ഇതിൽ നിന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കാം അമേരിക്കയുടെ നിലപാട്. അപ്പോൾ പിന്നെ പുതിയ സംശയം ട്രംപിൻ്റെ വീഡിയോയിൽ കേട്ട കാര്യങ്ങളാണ്. സത്യത്തിൽ ഇതുതന്നെയാണ് ഇന്ത്യയുടെ നിലപാടും. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നത് ഇന്ത്യക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അത് ഇന്ത്യ അനുവദിക്കാറുമില്ല. ഇത് ട്രംപ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിനോട് മോദിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യത്തെക്കുറിച്ചും വ്യക്തിപ്രഭാവത്തെക്കുറിച്ചും വലിയ മതിപ്പാണെന്നും എന്നാൽ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ കൃത്യമായ നിലപാടുണ്ടെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റാരും ഇടപെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നുമാണ് അന്ന് ട്രംപ് പറഞ്ഞത്. ഇതുതന്നെയാണ് ട്രംപ് കാശ്മീർ വിഷയത്തിൽ ഇടപെടില്ല എന്ന് പറയാനുണ്ടായ കാരണവും. എന്നാൽ പാകിസ്ഥാൻ പണ്ട് മുതലേ കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ വരുത്തുന്നതിനും അമേരിക്കയെയും മറ്റ് രാജ്യങ്ങളെയും ഈ വിഷയത്തിൽ ഇടപെടുത്താനുമാണ് ശ്രമിച്ചു വരുന്നത്. പണ്ടൊക്കെ അമേരിക്കൻ നിലപാടും ഈ വിഷയത്തിൽ ഇടപെട്ട് ചർച്ച നടത്തണം എന്നതായിരുന്നു. ട്രംപിൻ്റെ വരവോടുകൂടി അമേരിക്കയുടെ നയത്തിൽ മാറ്റം വരികയും ഇന്ത്യക്ക് അനുകൂലമാകുകയും ചെയ്തു. ഇങ്ങനെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഇടപെടലിലൂടെ ഉണ്ടാക്കിയ കരാറുകളായിരുന്നു ഷിംല കരാറും സിന്ധു നദീജല കരാറുകളുമെല്ലാം. എന്നാൽ ഈ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് സമവായത്തിന് താല്പര്യമില്ല. ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത കാശ്മീർ തിരിച്ചു കിട്ടുകയും ഭീകരവാദം നിർത്തുകയും അതുമാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിനൊപ്പം അമേരിക്ക നിൽക്കുമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്നേക്കുമായി ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. ഇതിന് തീർച്ചയായും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. അമേരിക്കയ്ക്ക് പുറമെ ഇസ്രായേലും ഏത് തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാണെന്ന് ഔദ്യോഗികമായി തന്നെ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ യുദ്ധ സാങ്കേതിക രംഗത്തും പ്രതിരോധ രംഗത്തും ഇൻ്റലിജൻസ് മേഖലയിലും ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് റഷ്യയും സൗദി അറേബ്യയും ബ്രിട്ടനും ഇറ്റലിയും ഫ്രാൻസും അടക്കം ധാരാളം രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്തവണ ഭീകരവാദം എന്നേക്കുമായി അവസാനിപ്പിക്കുകയും കാശ്മീർ പ്രശ്നത്തിൽ ഒരു അവസാനം കാണുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.